ചേട്ടാ നമസ്തേ ആൻഡ് വെൽക്കം ബാക്ക്. നമസ്കാരം. പല പരമ്പരകളിലുള്ള നിത്യനിഷ്ഠ നമ്മളൊന്ന് ചിന്തിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ക്രിയോഗയായാലും ശിവയോഗയായാലും സിദ്ധവിദ്യയായാലും എന്തും ആയിക്കോട്ടെ, ഓരോ പരമ്പരയിലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ക്രിയ അതിന് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്രിയോഗയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്രിയോഗ എന്ന് പറയുന്നത് ബേസിക്കലി ഹഠയോഗയുടെ പ്രാക്ടീസും പ്രാണൻ കോമ്പിനേഷൻ രാജയോഗം എന്നും പറയുന്നുണ്ട് ചിലർ. അപ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്, അപ്പോൾ ആ ഒരു പ്രാക്ടീസിൽ കുംഭകത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മളൊരു മുദ്ര എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തെടുത്തു കഴിഞ്ഞാലും കുംഭകത്തിലൂടെ കാര്യങ്ങൾ ഇത് ചെയ്യുന്ന, അൺലോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരുപാട് കുംഭകമുള്ള ക്രിയകൾ നല്ലതാണോ അതോ മോശമാണോ? അതിനെപ്പറ്റി ഒന്ന് ശാസ്ത്രീയമായിട്ട് ചേട്ടനൊന്ന് വിവരിക്കുക. അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. കുംഭകങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിയകളുണ്ട്, കുംഭകങ്ങൾ ഇല്ലാത്ത ക്രിയകളുണ്ട്. പ്രാണായാമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോ പ്രാണായാമത്തില് കുംഭകങ്ങൾ ഇല്ലാത്ത പ്രാണായാമങ്ങൾ ചെയ്യുന്ന വിഭാഗം ആളുകള് കുംഭകങ്ങളെ ഒരിക്കലും അംഗീകരിക്കുന്നു. അത് കുയോഗമാണെന്നാണ് പറയുന്നത്. അവർ കുംഭകങ്ങളെ അംഗീകരിക്കുന്നേയില്ല. അത് കുംഭകം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ തകരാറാക്കും. അത് ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്ന വിഭാഗമാണ് ഒരു വിഭാഗം. എന്നാൽ കുംഭകം അനുഷ്ഠിക്കുന്ന വിഭാഗക്കാര് കുംഭകം ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ ഈ കുണ്ടലിനെ ഉണർത്താൻ കഴിയുക? അത് കഴിയേയില്ല. അത് മറ്റതാണ് കുയോഗം. അത് അവരവിടെ എത്തില്ല എന്ന് നിഷ്കർഷിക്കുന്ന ആളുകൾ, അങ്ങനെ പറയുന്ന ആളുകൾ. അപ്പോ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വിശദീകരിച്ചാലേ ഇതിന്റെ ഒരു ശാസ്ത്രീയതയോ അതിന്റെ അശാസ്ത്രീയതയോ നമുക്ക് സ്വയം ബോധ്യപ്പെടും. അപ്പൊ എന്താണ് പ്രാണായാമം എന്ന് പറഞ്ഞാല്, പതഞ്ജലി മഹർഷി പറയുന്നത് ശ്വാസപ്രശ്വാസയോർഗതി വിച്ഛതി പ്രാണായാമമാണ്. ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതിക്ക് വിച്ഛേദം സംഭവിക്കുന്നതാണ് പ്രാണായാമം. അപ്പൊ എന്താ ശ്വാസപ്രശ്വാസം? നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് ശ്വാസം, പുറത്തേക്ക് വിടുന്നത് പ്രശ്വാസം. ഈ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തെ നമ്മൾ പൂരകം എന്ന് പറയും. വേറെ ഒരു പദം പൂരകം, പൂരിപ്പിക്കുന്നത്, നിറയ്ക്കുന്നത്. പുറത്തേക്ക് വിടുന്ന ശ്വാസത്തെ രേചകം എന്ന് പറയും. ആ ക്രിയയെ രേചകം, പൂരകം, രേചകം. അപ്പോ പൂരകത്തിനും രേചകത്തിനും ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ട്, ഒരു നിമിഷം. അത് കുംഭകസ്ഥാനാണ്. കുംഭകസ്ഥാനം എന്ന് പറയും. കുംഭകം അല്ലെ, കുംഭകം എന്ന് പറഞ്ഞാല് അതിന്റെ യഥാർത്ഥത്തിലുള്ള ധ്വനി എന്താ വെച്ചാല് ശ്വാസത്തെ അകത്തേക്കോ പുറത്തേക്കോ എടുക്കാതെ നിർത്തുക. കുംഭക എന്ന് പറഞ്ഞാൽ ശ്വാസത്തെ അടക്കി നിർത്തുക. ഈ ക്രിയയില്ല, അകത്തേക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ പുറത്തേക്ക്, അതിന്റെ ഇടയിലുള്ള ഇടവേളയാണ് കുംഭകം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കുംഭകം ഉണ്ട്. ശ്വാസം ഉള്ളിലെടുത്ത് നിറച്ചിട്ട് പുറത്തേക്ക് വിടുന്നതിന് മുമ്പുള്ള ഇടവേള, അതിനെയാണ് പൂരക കുംഭകം എന്ന് പറയുന്നത്. പൂരക കുംഭകം. എടുത്തതിന് ശേഷം ഉള്ളിൽ നിർത്തുന്നു ശ്വാസത്തെ. അതിന് നമ്മൾ അന്തർകുംഭകം എന്നും പറയും. കാരണം ശ്വാസം ഇവിടെ ഉള്ളിലാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ രണ്ട് വാക്കുകൾ കൊണ്ട് അതിനെ അർത്ഥമാക്കും. ഒന്നുമില്ലെങ്കിൽ പൂരക കുംഭകം അല്ലെങ്കിൽ അന്തർകുംഭകം എന്ന് പറയും. പിന്നെ ഒരു കുംഭകം സംഭവിക്കുന്ന എവിടെയാണ്? ശ്വാസം പുറത്ത് പൂർണ്ണമായും പോയി കഴിഞ്ഞിട്ട് അകത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ്. അതിനെയാണ് ബാഹ്യ കുംഭകം എന്ന് പറയും. ശ്വാസം അപ്പൊ പുറത്താണ്, ഉള്ളിലില്ല, ബാഹ്യം. അതുകൊണ്ട് ബാഹ്യകുംഭകം. അതിനെ രേചക കുംഭകം എന്നും പറയും. രേചകം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന കുംഭകത്തെ രേചക കുംഭകം എന്നും പറയും. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്.
അപ്പൊ ശ്വാസം ഉച്ഛ്വാസമുണ്ട്, അതിന്റെ ഇടയ്ക്കുള്ള ഇടവേളകളുണ്ട്. ഉം. അപ്പൊ ഈ ശ്വാസത്തിനും ഉച്ഛ്വാസത്തിനും ഇടയ്ക്കുള്ള അതിന്റെ ആ ഗതിയെ വിച്ഛേദിക്കുന്നതാണ്. ഉം. ശ്വാസത്തിന്റെയും ഉച്ഛ്വാസത്തിന്റെയും ഗതിയെ വിച്ഛേദിക്കുക, മുറിച്ചു കളയുന്നതാണ്. ഈ ബ്രേക്കിനെയാണ് ശരിക്ക് കുംഭകസ്ഥാനത്തെയാണ് അല്ലെങ്കിൽ ആ സമയത്തെയാണ് പ്രാണായാമം എന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ് പതഞ്ജലി മഹർഷി ഈ സൂത്രത്തിൽ പറയുന്നത്. അപ്പോ ഇത് ഇങ്ങനെ മനസ്സിലാക്കുന്നതാണ്. അതുപോലെ ശ്വാസപ്രശ്വാസങ്ങളുടെ അല്ലെങ്കിൽ പ്രാണന്റെ ദീർഘവും സൂക്ഷ്മവുമാക്കുക, ശ്വാസത്തെ ദീർഘവും സൂക്ഷ്മവുമാക്കുന്നതാണ് പ്രാണായാമം എന്ന് വേറൊരിടത്തും പറയുന്നു. അപ്പൊ എന്താ വെച്ചാല് ലോങ് ബ്രീത്ത്, നമ്മൾ സാധാരണ ഷോർട്ട് ബ്രീത്ത് ആണ് നമുക്ക് നടക്കുന്നത്, അതിനെ ലോങ് ബ്രീത്ത് ആയിട്ട് എടുക്കുക. അപ്പൊ അത് സൂക്ഷ്മമായിട്ട് നടക്കും. അതാണ് ഈ അഭ്യാസം, പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശ്വാസത്തെ ദീർഘവും സൂക്ഷ്മമാക്കുന്നത്. അപ്പൊ ഇതില് എങ്ങനെയാണ് ശ്വാസം നമ്മൾ ദീർഘമാവുക നോക്കുക? അതിന് ഈ കുംഭകങ്ങളെ ദീർഘിപ്പിക്കുക, ഈ ഇടവേളകളെ ദീർഘിപ്പിച്ചാൽ, നമ്മൾ കുംഭകം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താല് കുറെ കാലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ശ്വാസം ഉണ്ടല്ലോ, എടുക്കുന്നതും വിടുന്നതും ശ്വാസത്തിന്റെ നീളം കൂടും. നമ്മള് ശ്വാസം എടുത്തിട്ട് പിടിച്ചു നിർത്തി കഴിയുമ്പോൾ കുറച്ച് അതുപോലെ ശ്വാസം വിട്ടിട്ടും പിടിച്ചു നിർത്തി കഴിയുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ എടുക്കലും വിടുന്ന ശ്വാസത്തിന്റെ നീളം കൂടും. കണ്ട, ദീർഘ സൂക്ഷ്മം. അപ്പൊ ശ്വാസത്തിന്റെ നീളം കൂട്ടാൻ അവിടെ അവര് ഉപയോഗിച്ച തന്ത്രം എന്നുള്ളത് കുംഭകങ്ങളുടെ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഇടവേളകളുടെ ദൈർഘ്യം കൂട്ടുകയാണ്. അങ്ങനെ ശ്വാസത്തെ ദീർഘവും സൂക്ഷ്മവുമാക്കാം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഈ കുംഭകം പ്രാക്ടീസ് ചെയ്തത്. അപ്പോ 8 എന്ന് എണ്ണുന്നവരെ ശ്വാസം എടുത്തു, എന്നിട്ട് 32 എണ്ണുന്നത് വരെ ശ്വാസം പിടിച്ചു നിർത്തി, എന്നിട്ട് 16 എണ്ണുന്നത് വരെ ശ്വാസം പുറത്തു വിട്ടു, എന്നിട്ട് 4 എണ്ണുന്നത് വരെ ശ്വാസത്തെ പുറത്ത് പിടിച്ചു നിർത്തി. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. കുംഭകങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അത് ഈ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്രേ ഉള്ളൂ. മറ്റേ വിഭാഗക്കാരുണ്ടല്ലോ, ഇതേ ശ്വാസത്തെ ദീർഘവും സൂക്ഷ്മവുമാക്കുന്നത് കുംഭകത്തെ ദീർഘിപ്പിച്ചിട്ടല്ല, ഈ എടുക്കുന്നതിനെയും വിടുന്നതിനെയും തന്നെ ദീർഘിപ്പിക്കുക നേരിട്ട്. അപ്പൊ സിദ്ധവിദ്യയില് അതുപോലെ ചക്ര മെഡിറ്റേഷൻ എന്നൊക്കെ പറയണേൽ എന്താ ചെയ്യുന്നത്? ഇരുനാസാരന്ധ്രങ്ങളിലും സാവധാനം ശ്വാസത്തെ വലിച്ചെടുത്ത് ദീർഘമായി പുറത്തുവിടുക. സാവധാനം എടുത്ത് ദീർഘമായിട്ട് തന്നെ പുറത്തുവിടും. സാധാരണ ശ്വാസത്തെ തന്നെ ദീർഘിപ്പിക്കേണ്ട. അപ്പൊ ശ്വാസത്തെ നേരിട്ട് ദീർഘിപ്പിക്കുന്ന വിദ്യകളാണ് അപ്പൊ അവിടെ കുംഭകല്ലി. പക്ഷെ ഇങ്ങനെ രണ്ട് ചെയ്തു പോയാലും അവസാനം എത്തുന്ന ഒരു സംഭവമുണ്ട്, കേവല കുംഭകം എന്നുള്ള അവസ്ഥ. ശ്വാസപ്രശ്വാസയോർ ഗതി വിച്ഛതി പ്രാണായാമം. ശ്വാസം അകത്തേക്കോ പുറത്തേക്കോ ഇല്ലാത്തൊരവസ്ഥ വരും. ശ്വാസം നടക്കുന്നുണ്ടാകും സ്ട്രക്കായിട്ട്, പക്ഷെ മരണമല്ല. ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ മരണമാണ്. സാധാരണ നില ബോധം നശിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നാല് ഒരു സമയം വരും നമുക്ക് ഒരു ഡിസ്കംഫർട്ടും ഉണ്ടാവില്ല, പക്ഷെ ശ്വാസം നടക്കുന്നുണ്ടല്ലോ, ഈ ഫിസിക്കലായിട്ടുള്ള ഈ ശ്വാസം നടക്കുന്നുണ്ടാവില്ല. അതിനെയാണ് കേവല കുംഭകാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് തത്വശാസ്ത്രം പരിശീലിക്കുന്നവരും, അതായത് കുംഭകങ്ങൾ പരിശീലിക്കുന്നവരും അല്ലാതെ സ്വാഭാവികമായ ശ്വാസത്തെ ദീർഘിപ്പിക്കുന്നവരും രണ്ടുപേരും എത്തിച്ചേരുന്ന ജംഗ്ഷൻ ഒന്ന് തന്നെയാണ്, കേവല കുംഭകാവസ്ഥ എന്നുള്ളത്. ഈ കേവല കുംഭകാവസ്ഥയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ മനസ്സ് നിശ്ചലാവൂ. ചിത്തവൃത്തി നിരോധം സംഭവിക്കണമെങ്കിൽ, ആ സമാധി പ്രാപിക്കണമെങ്കിൽ ഈ സ്റ്റേജ് എത്തണം. ശ്വാസം അകത്തേക്കോ പുറത്തേക്കോ ഇല്ലാത്ത കേവല കുംഭകാവസ്ഥ. അതാണ് അത്രയാണ് വ്യത്യാസം. അപ്പോ കുംഭകം ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിൽ ശരിയുണ്ട്, തെറ്റാണോ എന്ന് ചോദിച്ചാൽ മറ്റേ വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെന്ന് പറഞ്ഞു.
പിന്നെ വേറൊരു രഹസ്യം കൂടി ഇതുവരെ വേറെ ആരും പറയാത്തൊരു രഹസ്യം കൂടി ഉണ്ടായി. അതായത് ഓരോ വിദ്യയും ആ വിദ്യ കൊണ്ട് തന്നെ പൂർണ്ണമായ ഫലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന. അപ്പൊ പ്രാണായാമം ചെയ്യുന്ന ആളുകൾ ഇപ്പോ ഈ ശ്വാസത്തെ കുംഭകങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. അവര് ഭസ്ത്രികയും പിന്നെ കപാലഭാതി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ഈ കുംഭകം ചെയ്താൽ പ്രശ്നമാവും. കാരണം BP ഷൂട്ട് ചെയ്യും. കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കുംഭകം ചെയ്യുന്ന പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി, എല്ലാം കൂടി ചെയ്യാനുള്ളതല്ല. നമ്മൾ ഈ അനുലോമ വിലോമം അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നു, കുംഭകത്തോട് കൂടിയിട്ട് ചെയ്യണു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭസ്ത്രിക ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് കപാലഭാതി ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ എനർജി കൂടുതലായിട്ട് ഇളകും, ഊർജ്ജം ഇളകും. ആ സമയത്ത് നമ്മൾ പിന്നെ ഈ കുംഭകം കൂടി ചെയ്ത് കഴിഞ്ഞാൽ താങ്ങാൻ കഴിയില്ല, ഭയങ്കര BP ആയിരിക്കും ഉള്ളിൽ. പക്ഷെ ഇപ്പോഴുള്ള ഏതൊരു ഒരു ട്രഡീഷൻ, അതിപ്പോൾ ക്രിയയോഗയായാലും എന്തായാലും, ക്രിയയോഗയിലാണ് അത് ഞാൻ കൂടുതൽ കാണുന്നത്. ഏതൊരു ഗുരുവിൻ്റെ അണ്ടറിൽ ഇത് ചെയ്യുവാണെങ്കിലും അവർ തുടങ്ങുന്നത് ഇങ്ങനെ ഒരു ചെറിയ ഫോഴ്സ്ഫുൾ ബ്രീത്തിൽ ചെയ്തു, അത് മതി, അത് മാത്രം ചെയ്താൽ മതി. ഭസ്ത്രിക ചെയ്തു, അങ്ങനെയുള്ളവര് അത് മാത്രമേ ചെയ്യാവൂ. ഇപ്പോ ഈ ഫോഴ്സ്ഫുൾ ബ്രീത്ത് പറഞ്ഞില്ലേ, ഭസ്ത്രിക എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഭസ്ത്രിക മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. അവര് മറ്റേ നാഡീശുദ്ധി ചെയ്ത് കുംഭകം ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഇതിന്റെ കോമ്പിനേഷൻ തുടങ്ങി, പിന്നെ കുറെ ബന്ധനങ്ങളും ഇതിലേക്കൊക്കെ പോയി, അതാണ് പ്രശ്നം. പിന്നെ മുദ്രകളിലേക്ക് പോയി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ശാംഭവി, ഷൺമുഖി ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാജയോഗയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ശരിക്കും നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ, ഹഠയോഗ പ്രദീപിക അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാല് അതിൽ ഓരോ ഇതിലും പറയുന്നുണ്ട്. ഇപ്പൊ ജലാന്തര ബന്ധം ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്ന ഒരു ഇതിലെ അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ മഹാമുദ്ര അല്ലെങ്കിൽ മഹാബന്ധം ചെയ്യുന്നു വെച്ചോ, നിങ്ങൾ വേറെ ഒന്നും പ്രാക്ടീസ് ചെയ്യരുത്, വേറെ ഒന്നിനോട് കൂടി ചേർത്ത് ചെയ്യാനുള്ള അല്ലാതെ. മഹാബന്ധം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബന്ധമാണ്. ആ ക്രിയ ചെയ്യുമ്പോ അത് മാത്രം ഒരാള് രാവിലെ എഴുന്നേറ്റിട്ട് വേറെ പ്രാണായാമം ഒന്നും ചെയ്യണ്ട, മഹാബന്ധം മാത്രം ഒരു 4-5 സെറ്റ് ചെയ്തിട്ട് ബാക്കി അങ്ങേരുടെ ജീവിതത്തിൽ എന്താ വെച്ചാൽ ഇൻവോൾവ് ആവാം, ഒരു പ്രശ്നവും വരില്ല. അയാൾക്ക് അത് കിട്ടും, അയാൾ യോഗിയായി തീരും, യോഗാവസ്ഥയിലേക്ക് പ്രവേശിക്കും. അല്ലെങ്കിൽ മഹാവേദം ചെയ്യുന്ന ആള് അത് മാത്രം ചെയ്താൽ മതി. അല്ല നമ്മൾ ഈ ജലാന്തര ബന്ധവും ഉഡ്യാന ബന്ധവും പിന്നെ മൂലബന്ധം ചെയ്യുന്ന മൂലബന്ധം മാത്രം ചെയ്യൂ, നിങ്ങൾക്ക് ഈ എനർജി അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ശ്വാസം എടുത്ത് ഉള്ളിൽ നിർത്തിയിട്ട് കുംഭകത്തോട് കൂടിയിട്ട് മൂലബന്ധം ചെയ്താൽ നിങ്ങൾക്ക് BP ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പല ഗുരുക്കന്മാരും. അല്ല, അത് ഭയങ്കര, അതുകൊണ്ടാണ് ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത്. ഇത് മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര കംഫർട്ടല്ല കൂടുന്നത്, ഭയങ്കര മന്ദതയാണ് വരുന്നത്, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ആളുകൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസ് ചെയ്യുന്നവര്, അവരോട് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യമായിട്ട് അടുത്ത് പോകുമ്പോഴേക്കും അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, നിയന്ത്രണം വിടും. കാരണം എന്താ വെച്ചാൽ ഇതാണ് സംഭവം. നിങ്ങൾ മൂലബന്ധം മാത്രം ചെയ്യൂ, വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അവിടെ എത്തും. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്യാന ബന്ധം മാത്രം ചെയ്യൂ, നിങ്ങൾക്കിത് കിട്ടും. സദാ ജലാന്തര ബന്ധത്തിലിരിക്കൂ, നിങ്ങൾ പത്മാസനത്തിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. ഇനി എന്താ, ഒന്നും വേണ്ട, നിങ്ങൾ പത്മാസനത്തിൽ തന്നെ ഇരുന്നാൽ തന്നെ എല്ലാ ആസനങ്ങളുടെയും ഫലം അതിൽ കിട്ടും. നിങ്ങൾ പിന്നെ ആ പത്മാസനത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ എനർജി ലോക്കായി, പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും പ്രാണായാമമായി. ഈ ശരീരത്തിനകത്ത് ഈ എനർജി കറങ്ങിക്കൊണ്ടിരിക്കും, ഇവിടെ ലോക്കായി. നമസ്തേയും ഒരു ചെറിയ രീതിയിൽ അതങ്ങനെയാണ്, അത്രേ പാടുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഈ കോമ്പിനേഷൻ ചെയ്യണം, പലതും വലിച്ചു വാരി ചെയ്യാണ് ശരിക്കും. അങ്ങനെയല്ല. യോഗവിദ്യ ശരിക്കും ആഴത്തിൽ പരിശോധിച്ചാൽ അറിയാം, ഓരോ വിദ്യയും
ആ വിദ്യ മാത്രം പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാനേ പാടില്ല. ഒരു കാര്യം തുറന്നു പറയട്ടെ ചേട്ടാ, അതായത് കേരളത്തിലുള്ള എല്ലാ ഗുരുക്കന്മാരും ഈ കോമ്പിനേഷനാണ് പഠിപ്പിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ആർക്കും ഒന്നും കിട്ടാത്തത്. ചോസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നമ്മളുടെ ഊർജ വ്യവസ്ഥ ഏതാന്ന് നമുക്ക് അറിയാം. ഈ ആയിരക്കണക്കിന് വിദ്യകൾ എന്തിനാന്ന് വെച്ചാൽ ആയിരക്കണക്കിന് തരം ആളുകളാണ്. ഇപ്പൊ ഓരോ ആളുകളുടെയും എനർജി സ്ട്രക്കായി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. അപ്പൊ അവിടെ ഹിറ്റ് ചെയ്യുന്ന ക്രിയ മാത്രമേ നിങ്ങൾ ചെയ്യണ്ടൂ. മനസ്സിലാണ്ടോ? നിങ്ങൾ മൂലാധാരത്തിലാണ്, അത് മൂലാധാരത്തിലാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നതെന്നിരിക്കട്ടെ. ആ ഒരു വ്യക്തി മൂലബന്ധം ചെയ്തിട്ട് വേണം അവിടുന്ന് എന്നെ പോക്കറ്റ് വിടാൻ. അപ്പൊ അദ്ദേഹം അത് ചെയ്താല് എനർജി അവിടുന്ന് ഉയരും, മറ്റു ചക്രങ്ങളെ ഭേദിച്ച് പോകും. അനാഹതത്തിൽ കിടക്കുന്ന ഒരാള് മൂലബന്ധം ചെയ്തിട്ട് കാര്യമില്ല. മൂലബന്ധം ചെയ്താലും മതി, കുറച്ചും കൂടി മുകളിലാണ് എനർജി കിടക്കുന്നത്, അത് തന്നെ ചെയ്താലും ഇങ്ങോട്ട് എത്തും. അവിടേക്ക് ഫോക്കസ് ചെയ്യുന്ന വേറെ ഒരു ക്രിയ ഉണ്ടാവും. ആ ക്രിയയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കാര്യം മനസ്സിലാവണ്ടോ? നിങ്ങൾ ഏത് ചക്രത്തിലാണ് എന്നുള്ളതിനനുസരിച്ച് ഉള്ള ക്രിയ സെലക്ട് ചെയ്യേ വേണ്ടു. അത് തന്നെ ചെയ്താൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അതായത് ഞാൻ മാത്രമേ ഇത് ഇങ്ങനെ പറയുന്നുള്ളൂ. ചിലപ്പോ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായേക്കാം. സാറെന്നെ നോക്കൂ. സാറ് പല ക്രിയകൾ പഠിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് ദിവസം എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ക്രിയ മാത്രം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവൽ കൂടും. ഒരു ക്രിയ നമുക്ക് ശരിയാണോ സൂട്ടബിൾ ആണോ നോക്കാൻ ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ. നിങ്ങൾ ആ ക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾ റിലാക്സ് ആവും, മൈൻഡ് ഹാപ്പി ആവും, ഹാപ്പിനെസ് കുറച്ചും കൂടി വരും, കംഫർട്ട് ലെവൽ കൂടും, ഈസിനെസ് വരും, ഫ്രീ ആവും. ശരീരവും മനസ്സും ഫ്രീ ആവുകയും നമ്മളുടെ കംഫർട്ട് ലെവൽ കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രിയ നിങ്ങൾക്കുള്ള ക്രിയയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഏത് ക്രിയ ചെയ്യുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ വിങ്ങി വരുന്നത്, അതായത് സമ്മർദ്ദപ്പെടുന്നത്, അത് നിങ്ങൾക്കുള്ള ക്രിയ അല്ല. ആ ക്രിയ നമ്മൾക്ക് സ്യൂട്ടബിൾ അല്ല എന്നാണ്. അപ്പൊ ഒരു ക്രിയയും അശാസ്ത്രീയമായ ക്രിയയാണെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത്. ഇത് വളരെ ആഴത്തിൽ പരിശോധിച്ചിട്ട് വേണം യോഗവിദ്യ പ്രാക്ടീസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ വെച്ചാല് ഇല്ലെങ്കിൽ നമ്മള് 100 കണക്കിന് ക്രിയ ചെയ്യും, ചെയ്ത് നിങ്ങളുടെ പ്രഷർ കുക്കറായി വരികയാണ്. ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് ഇങ്ങനെ കാറ്റ് നിറച്ചോണ്ടേ ഇരിക്കുകയാണ് ഉള്ളില്. ടയറിൽ നമ്മൾ വേണ്ട അളവിലല്ല കാറ്റ് നിറയ്ക്കണമെങ്കിൽ അത് പൊട്ടിത്തെറിക്കുമല്ലോ ഒരു ദിവസം. അപ്പൊ അതുപോലെ എല്ലാവരും പൊട്ടിത്തെറിച്ച് എന്റെ വക്കിലാണ്. കുറച്ചും കൂടി ഈ യോഗാശാസ്ത്രത്തെ ഈ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് പുതിയ കാലത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കേണ്ട ആഴത്തിലേക്ക് ആളുകൾ വരും. അങ്ങനെ വരണം, അപ്പോഴേ ഇത് ഷാർപ്പാവും, സംഭവിക്കും. ഓക്കെ, സന്തോഷം. നമസ്തേ.